ഔലിയാക്കളുടെ മാസം. എന്നാളിനോട് ഒരാൾ ചോദിച്ചു, നബിന്റെ കാലത്തൊന്നും എന്താ ഔലിയാക്കളില്ല ഞാൻ ചോദിച്ചു. നബിയുടെ കാലത്ത് എന്താ ഔലിയാക്കളില്ല? നമ്മളെ ഈ മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, മങ്കൂസ് മൗലിദിന്റെ അവസാനത്തെ ദുആ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയതാണെന്നാണ്. അതിൽ 2 ഭാഗമാണ് ആ ദുആക്കുള്ളത്. അതിലെ 1-ാം ഭാഗം ഒരു സ്വലാത്താണ്. അതിന് സ്വലാത്തുൽ മുൻജിയ എന്നാണ് പേര്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജിനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഒരു സ്വലാത്താണ് സ്വലാത്തുൽ മുൻജിയ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വലാത്ത്. മഖ്ദൂം റളിയല്ലാഹു അൻഹു മങ്കൂസ് മൗലിദ് ഉണ്ടാക്കി. അങ്ങനെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ ഇബ്നു ഹജർ തങ്ങളോട് പറഞ്ഞു, ഞാന് നമ്മളെ ദർസിലെ കുട്ടികള് വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഓൽക്ക് വീടുകളിൽ ഓതാൻ വേണ്ടി ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? എന്റെ വയത് ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കണ്ടല്ലോ ഉണ്ട്. എന്നാ ഒരു യാ നബി എല്ലാരും ചെല്ലണം. യാ നബി യാ റസൂൽ യാ ഹബീബ് ഇനി ഒരു വരിയല്ല. അശ്റഖൽ ബദ്റു അലൈനാ ഫഖതബത് മിൻഹുൽ ബുദൂർ മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. അങ്ങനെ മഖ്ദൂം തങ്ങള് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയിട്ട് ഇബ്നു ഹജർ തങ്ങൾ കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഇബ്നു ഹജർ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ്. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ നമ്മളെ മുത്തഅല്ലിമീങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീടുകളിലേക്ക് പോകുമ്പോ ഓൽക്ക് ആ വീട്ടിലൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ഓതാൻ വേണ്ടിയിട്ട് ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞു. എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ മങ്കൂസ് മൗലിദ് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിന്റെ അവസാനത്തിലെ ദുആ മൂപ്പര് എഴുതി കൊടുത്തതാന്നാണ്. മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലെ ദുആ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. അപ്പൊ അതിൽ 2 ഭാഗമാണ്. ആദ്യ ഒരു സ്വലാത്ത്, അത് സ്വലാത്തുൽ മുൻജിയ എന്ന് പറയുന്ന ഇബ്നു ഹജറിലേക്ക് ചേർക്കപ്പെടുന്ന സ്വലാത്താണ്. രണ്ടാമത്തെ ദുആണ് അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അദീം വബിജാഹി നബിയിക്കൽ കരീം വവലിയിക്കൽ അദീം. ഏതാ വലിയ? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ നതവസ്സലു ഇലൈക, നിന്നിലേക്ക് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു, ബിസ്മിക്കൽ അദീം, നിന്റെ ഇസ്മുൽ ആദം കൊണ്ട്, വബിജാഹി നബിയിക്കൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട്, വവലിയിക്കൽ അദീം, മഹാനായ നിന്റെ വലിയിനെ കൊണ്ട്. ഏതാ വലിയ? അതിന്റെ ഒന്നാമത്തെ ഉത്തരം അത് മുഹമ്മദ് നബി തന്നെയാണ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്. എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്.
അപ്പൊ നമ്മള് ഔലിയാക്കളിൽ പ്രമുഖൻ ഗൗസുൽ ആദം എന്ന് പറഞ്ഞാല് നബിയും സഹാബത്തും കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കൾ തന്നെയാണ്. അതെന്താ വെച്ചാല് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാ പിന്നെ SLC ഉണ്ടോന്ന് ചോദിക്കൂലല്ലോ എന്ന മാതിരിയാണ്. നബി ആയാ പിന്നെ അതിന്റെ താഴെ ചോദിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളാണ്, എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്. ഔലിയാക്കളിൽ പ്രധാനിയാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബിയും സഹാബത്തും കഴിഞ്ഞിട്ട് എന്നാണ്. 10,000 റക്അത്ത് നിസ്കരിച്ചാലും ഒരു സഹാബിന്റെ അടുക്കെത്തൂല. സഹാബി എന്ന് പറഞ്ഞാൽ എന്താ? ഈമാനോടുകൂടി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്ത ആൾക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. നല്ല മനുഷ്യന്മാരുടെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുഹബത്ത്. സ്വഹാബത്താരും ഇൽമു പഠിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിക്ക് പോയതല്ല, സുഹബത്തിന് വേണ്ടി പോയപ്പോൾ ഇൽമു കിട്ടിയതാണ്. പഠിക്കാനായിട്ട് കൂടിയ ആൾക്കാർ സുഫത്തിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നവരാണ്. അവരും യഥാർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി മാത്രം കൂടിയതൊന്നല്ല, സുഹബത്തിന് വേണ്ടി കൂടിയപ്പോൾ അവർക്ക് ഇൽമു കിട്ടിയതാ. അപ്പോൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമുണ്ട് സുഹബത്ത്. സ്വാലിഹായ ഒരു മനുഷ്യനെ നോക്കുക എന്നതും സ്വാലിഹായ ഒരു മനുഷ്യന്റെ നോട്ടത്തിൽ പെടുക എന്നതും ഒരുപോലെയാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ നോട്ടത്തിൽ നമ്മൾ പെടുക, ഒരു നല്ല മനുഷ്യനെ നമ്മൾ നോക്കുക, രണ്ടിനും പ്രാധാന്യമുണ്ട് എന്നാണ്. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പ നമ്മളെ ഒന്ന് നോക്കുക, നോക്കിക്കിട്ട. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു നോട്ടത്തിൽ പെടുക. നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ്. ഇങ്ങോട്ട് പോരി. അലൈക്കും സലാം. ശരി. നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? എവിടെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ അത് നിർത്തൂലല്ലോ. ശ്രദ്ധിക്കാത്തോണ്ടല്ലേ നിർത്തി. അപ്പൊ ഇങ്ങോട്ട് നോക്കിയെല്ലാരും. ഇന്ന ബൈതൻ അന്ത സാകിനു ലൈസ മുഹ്താജൻ ഇലാ സുർജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതിന്നാസു ബിൽ ഹുജജി വമരീളൻ അന്ത സായിറു قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج. ഇത് നോക്കണം എല്ലാവരും. അപ്പൊ എല്ലാ അമ്പിയാക്കളോ ഔലിയാക്കളോ ആയതുകൊണ്ടാണ് പിന്നെ അത് പറയാതിരുന്നത്. എന്നതുപോലെ എല്ലാ സ്വഹാബത്തും ഔലിയാക്കളാണ്. സുഹ്ബത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്വാലിഹായ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ ചെന്നിരിക്കുക, ഒരു സ്വാലിഹായ മനുഷ്യന്റെ സാന്നിധ്യം ലഭിക്കുക. കുട്ടി ജനിച്ചാൽ ആദ്യം അമ്മക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള പറയാം. ഒരു കുട്ടി ഉണ്ടായാൽ കുട്ടിനെ ആദ്യം ആർക്ക് കാണിച്ചു കൊടുക്കണം? അമ്മക്ക് കാണിച്ചു കൊടുക്കണം. എന്താ കാരണം? ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും സ്വാലിഹ കുട്ടിയുടെ അമ്മയാണ്. കാരണം അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം അമ്മാന്റെ കാലിന്റെ ഒട്ടിലാണ് എന്നാണ്. 3 സ്ഥലത്തേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടുന്നാണ്. ഒന്ന് കഅബയിലേക്ക് നോക്കിയാൽ, ഹറമ ചെന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കഅബ നമുക്ക് ഇങ്ങനെ നോക്കി കൂലിട്ടു. 2 ഖുർആനിലേക്ക് വെറുതെ നോക്കിയാൽ കൂലിട്ടും. ഓതാൻ അറിയില്ലെങ്കിലും മുസാഫ് മറിച്ചിട്ട് ഇങ്ങനെ നോക്കുക. കാണാതെ ഓതിനേക്കാൾ കൂലിണ്ട് നോക്കി ഓതിയാല്. പക്ഷെ കാണാതെ ഓതണം. എന്തിന്? ഹിഫ്ള് മറക്കാതിരിക്കാൻ. കാണാതെ അറിയണത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാണാതെ ഓതണം. യാസീൻ ഇടക്ക് നോക്കിയിട്ട് ഓതുക, ഇടക്ക് കാണാതെ ഓതുക. തീരെ കാണാതെ ഓതിയില്ലെങ്കിൽ പല ആൾക്കാർ പറയും പോലെ പൊട്ടി തിരിച്ച മാതിരി ആയത്തുല്ലഹിന്റെ അവിടെ നിന്ന് കഴിച്ചിലേക്ക് കിട്ടൂല.
കടന്നിട്ട് ഇങ്ങനെ തിരി. അപ്പൊ കാണാതെ ഓതണമെങ്കിൽ കാണാതെ ഇടക്ക് ഓതണം. പക്ഷെ കൂലി അതിനാണ് കണ്ടോതനേന കൂടുതലിട്ട. ഒരു തമാശ പറയാം അതിൻ്റെ ഇടയിൽ കൂടെ. ഈ പിന്നെ പഴയകാലത്ത് ഞങ്ങളെ നാട്ടിലെ പിന്നെ ഈ കൃഷിയൊക്കെ ജമ്മിമാരുടേതാണല്ലോ. അപ്പോൾ കുറേ കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പൊ കൃഷിയൊക്കെ ഉണ്ടായി, കൃഷി വിളവെടുപ്പ് കഴിഞ്ഞാൽ വലിയ ഔലുണ്ടാക്കിയിട്ട് ശർക്കരയും തേങ്ങയൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് ജമ്മിയുടെ അവിടെ വലിയൊരു മൗലിദ് നടക്കും. കേട്ടതാണ്, ഞാൻ കണ്ടിട്ടില്ലേ. സത്യമാണ്, സത്യമായ ആൾക്കാർ പറഞ്ഞതാണ്. എല്ലാ കേട്ടതും ശരിയായിക്കോളുന്നില്ല, പക്ഷെ സംഗതി ശരിയാണ്. അപ്പൊ അങ്ങനെ വലിയ വിശാലമായ ഒരു മൗലിദാണ്. മുറ്റത്ത് ഇങ്ങനെ പരമ്പൊക്കെ വിരിച്ചിട്ട് അതിൽ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്ന് വട്ടത്തിലിരുന്നിട്ട് നല്ല മൗലിദ് ഇങ്ങനെ ഓതി. ഇന്നാ ബൈതൻ അൻത സാകിനു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. അങ്ങനെ മൗലിദൊക്കെ ഓതി കഴിഞ്ഞപ്പോ ജമ്മി ഇങ്ങനെ നോക്കി നടന്നു. കാര്യസ്ഥനെ വിളിച്ചിട്ട് ചോദിച്ചുത്രേ, ആ നോക്കി ഓതിയ ആൾക്കാരൊക്കെ ആരാന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ അത് മൂല്യന്മാരാണ് എന്ന് പറഞ്ഞു. ആ നോക്കാതെ ഓതിയോരോ ഒരു മൊല്ലാക്കാരാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ മൗലിദൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യസ്ഥന്റെ അടുത്ത് കുറെ 50-ന്റെ കൊട്ടനുറുപ്പിയും 1-ന്റെ കൊട്ടനുറുപ്പിയും കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യം ആ നോക്കി ഓതിയത് കുറച്ചാളുകളല്ലേ ഉള്ളൂ, അവരെങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കൊക്കെ 50 പൈസ കൊടുത്തപ്പോ പറഞ്ഞത്രേ, അടുത്ത കൊല്ലത്തേക്ക് മൊല്ലയായി വരുമുണ്ട് കേട്ടോ, അപ്പൊ 1 രൂപ തരാമെന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഓര് കാണാതെ ഓതിയതൊക്കെ മൊല്ലാണ്. അപ്പൊ മൂപ്പര് വിചാരം അതാണ് വലിയ ആൾക്കാര്, കാരണം ഒരു കാണാതെയുള്ള ഓതിയത് എന്നുള്ളതാണ്. തമാശയാണെങ്കിലും ഒരു നിങ്ങളൊന്ന് ചിരിച്ചോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. എന്നാലും ഇപ്പൊ നിങ്ങൾ ചിരിച്ചില്ലാച്ചപ്പോ ഞാൻ എന്താ കാട്ടുക? അപ്പൊ ചിരിച്ചു. നിങ്ങളിങ്ങനെ ഉറച്ചിരുന്നിട്ട് അങ്ങനെ ശിപ്പാണ്ടാച്ചിട്ട് ഏതായാലും അങ്ങനെ. അപ്പൊ എന്താ ഉണ്ടായിച്ചാല് ഔലിയാക്കളിൽ പ്രധാനി ആരെന്നെയാണ്? മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കളിൽ പ്രധാനപ്പെട്ടത് ആരെന്നെയാണ്? അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ് റളിയല്ലാഹു അൻഹു. എല്ലാ കാലത്തും ഔലിയാക്കൾ ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ എല്ലാ കാലത്തെയും വിലായത്ത് ഒരുപോലെയല്ല. എന്തുകൊണ്ട്? എല്ലാ കാലത്തെയും ഈമാൻ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും തഖ്വ ഒരുപോലെയല്ല. അതിനാൽ എല്ലാ കാലത്തെയും വിലായത്ത് ഒരുപോലെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കൾ ഉണ്ടാവും, എല്ലാ കാലത്തും. ചില ആൾക്കാർ പറയും കാലഘട്ടക്കാകെ ഫസാദായി, ഇഞ്ഞ ഔലിയാക്കളൊന്നും ഉണ്ടാവില്ല. ഖിയാമത്ത് നാൾ 1-ാം തീയതി സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുന്നത് വരെയും ലോകത്ത് ഔലിയാക്കൾ ഉണ്ടാവും. പക്ഷെ എല്ലാ കാലത്തെയും വിലായത്ത് ഒരുപോലെയല്ല. എന്തുകൊണ്ട്? എല്ലാ കാലത്തെയും ഈമാൻ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും തഖ്വ ഒരുപോലെയല്ല. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിലെ മുഅ്മിൻ എന്ന് പറഞ്ഞാല് വല്യാപ്പ സിറ്റ് ഔട്ടിൽ ഒഴിഞ്ഞിരുന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാറുണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടി ഒരു കാലഘട്ടത്തിലെ മുഅ്മിനാണ്. അവൻ സ്വർഗാവകാശിയാണ്. അതിനെ കുറിച്ചാണ് അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞത്. വിലായത്തിന്റെ ഏറ്റവും ചെറിയ അതിസ്ഥാനം ഈമാനാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹുല്ലദീന ആമനു. ഈമാനാണ് വിലായത്തിന്റെ ഏറ്റവും. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെയും ഔലിയാക്കൾ ഉണ്ടാവും. ഈമാനിന്റെയും തഖ്വയുടെയും വ്യത്യാസമുള്ളത് കൊണ്ട് നമുക്കത് തിരിച്ചറിയാതെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാലത്തുമുള്ള ഔലിയാക്കൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് കുതുബുകൾ എന്നത്. എല്ലാ കാലത്തുള്ള ഔലിയാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് പറയുന്ന പേരാണ് കുതുബുകൾ. കുതുബുകളുടെ നേതാവായിട്ട് ഒരാളുണ്ടാവും. 7 വൻകരയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതൃത്വം കൊടുക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അവർക്കാണ് അബ്ദാലന്മാർ എന്ന് പറയുന്നത്. ഔലിയാക്കൾ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അബ്ദാലന്മാര്, നുഖബാ, നുജബാ, ഔതാദ്. എല്ലാ കാലഘട്ടത്തിലും ഔലിയാക്കളുടെ ലോകത്ത് ഇൽമിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരാളുണ്ടായിരിക്കും. അയാൾ മുജദ്ദിദ് എന്ന പേരിൽ അറിയപ്പെടും. 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് മഹാനായ ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ റഹ്മഹുല്ലാഹ്.
ഒരു നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ അവിടെ അറിയപ്പെടാത്തൊരു ഖബറുണ്ടെങ്കിൽ അവിടെ ചെന്ന് സിയാറത്തിന്റെ മുമ്പ് പറയും ഈ ഖബറിലുള്ളത് ഇന്ന ആളാണ്. ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോകുന്ന ആളാണല്ലോ. പല സ്ഥലത്തും പോ. മിഞ്ഞാന്ന് ക്ലാസ്സിന് പോയ സ്ഥലത്ത്, കർണാടകയിലെ ഒരു സ്ഥലത്ത് മിഞ്ഞാന്ന് പോയി. അവിടെ ചെന്നപ്പോ ഒരു മക്കാമുണ്ട്. ആ മക്കാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയപ്പോ ശംസുൽ സിയാറത്തിന് വന്നിരുന്നു. സയ്യിദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷം അവര് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ പിന്നെ ആളെ പേരൊക്കെ എഴുതിയിട്ട് സയ്യിദ് എന്ന് എഴുതിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനായ ഒരു കാലഘട്ടം, 20-ാം നൂറ്റാണ്ട്, എല്ലാ കാലത്തും എല്ലാ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് ഉണ്ടായിരിക്കും. 20-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. ഔലിയാക്കൾ 2 തരത്തിലുണ്ട്. ഒന്ന് സായിരീങ്ങൾ, മറ്റൊന്ന് വാസിലീങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സാറ എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ് അർത്ഥം. സായിർ എന്ന് പറഞ്ഞാൽ നടക്കുന്നവർ എന്നാണ്. വസല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്നാണ് അർത്ഥം. വാസിലീങ്ങൾ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നവർ എന്നാണ് അർത്ഥം. സായിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നവർ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് അവർ. സായിരീങ്ങൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് യാത്രക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാരുടെ ഇടപഴകണ ഇഷ്ടമല്ല, ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ല, ആൾക്കാർ വരുന്നത് ഇഷ്ടമല്ല, ആൾക്കാർ കൈമ പിടിക്കണത് ഇഷ്ടമല്ല, ആൾക്കാർ ദ്വാരക്കാൻ പറയുന്നത് ഇഷ്ടമല്ല, ആൾക്കാരെന്തേലും കൊടുക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടർ. അവർ സായിരീങ്ങൾ. വേറെ ഒന്നുണ്ട് വാസിലീങ്ങൾ എന്ന് പറയുന്നത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ എത്തിച്ചേർന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണ്. അവർക്കാണ് വാസിലീങ്ങൾ എന്ന് പറയുന്നത്. ഒരേ സമയത്ത് അവർക്ക് 2 മഖാം ഉണ്ടായിരിക്കും. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനായിരുന്നു മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം ഔലിയാക്കളിൽ ഉന്നത സ്ഥാനമായ ഗൗസ് എന്ന സ്ഥാനത്തിന്റെ അധിപനുമാണ്. ഒരേ സമയത്ത് 2 ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു അൽ അഖ്താബുൽ അർബയിൽ പ്രധാനിയാണ്. ഗൗസുൽ ആദം, ശൈഖ് റിഫായി, അഹ്മദ് അൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, അതിൽപ്പെട്ട ആളാണ് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു. നാട്ടിലെ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാവും. പള്ളിക്കത്തെ ഉസ്താദിന്റെ അഭിപ്രായം മൂപ്പര് ജമാഅത്തിന് വരുന്നില്ല എന്ന്. നിസ്കരിക്കണില്ല എന്നല്ല കേട്ടോ, നിസ്കരിക്കണില്ല എന്നല്ല. ശരീഅത്തിന് എതിര് നിൽക്കുന്ന ഒരു വലിയനോടും തുടരാൻ പാടില്ല. ശരീഅത്ത് കഴിഞ്ഞിട്ടേ ത്വരീഖത്തുള്ളൂ. ശരീഅത്തില്ലാത്ത ത്വരീഖത്തില്ലേ ഇല്ല. പിന്നെ മജ്ദൂബായ ആളുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ തുടരാൻ പറ്റൂല. മജ്ദൂബായ ആളുകൾ ഫനാഇന്റെ മഖാമിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ദുആക്ക് ഇജാബത്തും ഉണ്ടാവും, കറാമത്തും ഉണ്ടാവും, പക്ഷെ അവരോട് തുടരാൻ പാടില്ല. തുടരാൻ ആരോടെ പാടുള്ളൂ? തുടരാൻ ശരീഅത്തിന്റെ നിയമങ്ങൾ 110% പാലിക്കുന്നവരോട് മാത്രമേ തുടരാൻ പാടുള്ളൂ. അല്ലാത്തവരോട് തുടരാൻ പാടില്ല. അല്ലാത്ത ആൾക്കാർ ഉണ്ടാകേണ്ടി നമുക്ക് വിരോധമൊന്നുമില്ല. നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവും, അവർക്ക് ബഖാ, ഫനാ തുടങ്ങിയ മർത്തബയുള്ളവരുണ്ടാവും, ജദ്ബിന്റെ ഹാലുള്ളവരുണ്ടാവും, മസ്താന്മാരുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ചാറൊക്കെ നല്ലതാണ്, മൊല്ലാക്കൊക്കെ വേണ്ട, പിന്തുടരാൻ പാടില്ല. ഉണ്ടാകണേ നമുക്ക് കുഴപ്പമില്ല. ചീത്തരാനൊന്നും പോണ്ട, ചീത്തരാനൊന്നും പോണ്ട, തല്ലാൻ പോണ്ട, ഇറക്കി വിടാനൊന്നും പോണ്ട, ഒക്കെ നല്ലത് തന്നെയാണ്, സൂക്ഷ്മത. അതേസമയത്ത് പിന്തുടരാൻ പാടില്ല. പിന്തുടരേണ്ടത് ശരീഅത്തിന്റെ ഹുക്കുമുകൾ 100% കൊണ്ട് നടക്കുന്ന ആളുകളോട് മാത്രമാണ് പിന്തുടരേണ്ടത് എന്ന് സന്ദർഭമായിട്ട് പറയാം. അപ്പോ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ജമാഅത്തിന് പള്ളിക്കത്ത് വരുന്നില്ല എന്ന് പള്ളിക്കത്ത് ഉസ്താദിന് ഒരു അഭിപ്രായം. അങ്ങനെ ഉസ്താദ് അതൊന്ന് സംസാരിക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ മൂപ്പരടുത്ത് ചെന്നു. അഹ്മദ് അൽ ബദവിയുടെ അടുത്ത് ചെന്നു. അസ്സലാമു അലൈക്കും സലാം പറഞ്ഞോടുകൂടി വഅലൈക്കും സലാം എന്നുകൊണ്ട് ഒരൊറ്റ ചവിട്ടാണ് കൊടുത്തു. ഓർക്കാപ്പുറത്ത് ചവിട്ട് കിട്ടിയേക്കിന് മൂപ്പര് കണ്ണൊന്നിങ്ങനെ തിരുമ്പിയിട്ട് പിന്നെ തുറന്നു നോക്കുമ്പോ ഒരു പുഴക്കരയിലെത്തിയിട്ടുണ്ട്. മണല് മാത്രം, ഒറ്റ മഹ്ലൂക്കുമില്ല. നേരാണെങ്കിൽ ഇരുട്ടാകാൻ പോവാണ്. അസർക്കാരം കഴിഞ്ഞിട്ടാണ് പോയിക്കണേ. നേരെ ഇങ്ങനെ ഇരുട്ടാവാൻ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. എങ്ങോട്ടാ പോണെന്നറിയില്ല. കുറെ നേരം ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിന്നപ്പോ ഒരാള് വന്നു. അയാളോട് പറഞ്ഞു, ഞാനേ അഹ്മദ് അൽ ബദവിനോട് ജമാഅത്തിന് പള്ളിക്കൊക്കെ വരാത്ത എന്തേന്ന് ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു.
പക്ഷെ മൂപ്പരൊരു ചവിട്ടാണ്ട് ചവിട്ടിയിട്ട് ഇപ്പൊ ഞാൻ എവിടെയെന്നൊരു പിടുത്തം കിട്ടണില്ല. അതിനൊരു പണിയുണ്ട്. നിങ്ങൾ ഒതുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ തയ്യാറായിക്കോളി. ഇവിടെ കുറെ ആൾക്കാർ നിസ്കരിക്കാൻ വരും, ഓലപ്പം നിസ്കരിക്കാൻ നിൽക്കുക. അങ്ങനെ അവ്വല് സഫിൽ നിൽക്കണം. നിസ്കാരം കഴിഞ്ഞേക്കിന് ഇമാമിനോട് ചെന്നിട്ട് പറഞ്ഞാൽ മൂപ്പര് എന്തെങ്കിലും വഴി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുഴയെന്ന് ഒതുണ്ടാക്കി അവിടെ അങ്ങനെ കാത്തുനിന്ന് ഓരോരുത്തർ വന്നു. ബാങ്ക് കൊടുത്തു, ഇക്കാമത്തും കൊടുത്തേക്കിന് ഇമാമക്കാൻ വേണ്ടി അഹമ്മദ് ബദവി വന്നു. ഇമാം വന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ച് സലാം വീട്ടിൽ വരുന്നയാളുടെ പുക ഒരുങ്ങുമ്പോ ചെന്നിട്ട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഒരു ചവിട്ടും കൂടിയും കൊടുത്തു. ചവിട്ടിട്ടിട്ട് നോക്കുമ്പോ പഴയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്, വേഗം പള്ളിയേക്ക് പോയി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ചവിട്ടൊന്നും കിട്ടൂല. ഇദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, എല്ലാരും ബോധ്യപ്പെടുത്തൂല. മനസ്സിലായിട്ട് നിങ്ങൾക്ക് സംഗതി? എല്ലാരും ഇങ്ങനെ നടന്ന് വിലായത്ത് ബോധ്യപ്പെടുത്തല്ല, ഈ ചോദിക്കാൻ വന്ന ആളെ അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് ബോധ്യപ്പെടുത്തിയതാണ്. അല്ലാതെ എല്ലാരും ബോധ്യപ്പെടുത്തൊന്നുമില്ല. ചില വിലായത്തിന്റെ മക്കാമിലുള്ള ആളുകൾക്ക് അവരുടെ മക്കാമ ആരും അറിയരുത് എന്നായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അല്ലാതെ എല്ലാവരും അറിയണം എന്നൊരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല. അവരുടെ വിലായത്ത് ആരും അറിയരുത് എന്നായിരിക്കും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ വാസ്ലിങ്ങളിലാണ് മുജദ്ദിദീങ്ങൾ ഉള്ളത്. ഒരേ സമയത്ത് അവർക്ക് ജനങ്ങളുമായി ഇടപഴകുന്ന മക്കാമുണ്ട്, അതേ സമയത്ത് അള്ളാഹുവിനോട് മാത്രമായി ഇടപഴകുന്ന മക്കാമുണ്ട്. ഒരേ സമയം രണ്ടും കൊണ്ടെടുക്കുകയാണ്.